ഹലോ ഗൈസ്, അസ്സലാമലൈക്കും. അപ്പോൾ ദേ ഞങ്ങൾ 5:40 റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് അപ്പോൾ ഇങ്ങനെ ഇരിക്കണേണ്. എന്താണെന്നറിയാമോ? നമ്മൾ മലപ്പുറത്ത് പോകണം കേട്ടോ. മലപ്പുറത്ത് എൻ്റെ ഇത്താത്താൻ്റെ മോൻ്റെ കല്യാണമുണ്ട്. ഞങ്ങളുടെ ടിക്കറ്റ് ഒക്കെ എടുത്ത് വന്നിരിക്കണം കേട്ടോ. കുറച്ച് നേരത്തെ വന്നിരുന്നാൽ കുഴപ്പമില്ലല്ലോ. ട്രെയിൻ ചിലപ്പോൾ നേരത്തെ വരും, ചിലപ്പോൾ ലേറ്റ് ആയിട്ട് വരും. അപ്പോൾ നമുക്ക് വന്നിരുന്നാൽ കുഴപ്പമില്ലല്ലോ. അപ്പോൾ എറണാകുളത്ത് നിന്ന് കുഞ്ഞുമ്മയും കുഞ്ഞുപ്പയും മൂത്തുമ്മാൻ്റെ മരുമോളും മോനും ഒക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഞാനും ഇക്കാക്കയും അതിൻ്റെ ആങ്ങളെയും കൂടിയാണ് കേറിയത്. അതെ, അവര് സീറ്റ് പിടിച്ചാണ് ഞങ്ങക്ക് സീറ്റ് കിട്ടിയിട്ടാ. അപ്പൊ അതെ, ട്രെയിനില് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കണ്ട നല്ല രസമാണ് അല്ലെ, ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് എല്ലാരുമായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒക്കെ പോകുമ്പോഴല്ല നല്ല ഒരു വൈബ്. അപ്പൊ അതെ, കുറെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അപ്പൊ ഇങ്ങനെ ട്രെയിൻ പോകുന്നിടയിൽ അതേ ഭാരതപ്പുഴ കണ്ടിട്ട്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങള് ഭാരതപ്പുഴയിൽ പോയി കുളിച്ചതും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ മൂത്തുമ്മാന്റെ പേരക്കുട്ടീനെ കൊണ്ടുവന്നിട്ടുണ്ടായില്ല കേട്ടോ. അപ്പൊ അവനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെള്ളത്തിൽ ഇങ്ങനെ ഇറങ്ങണത്. അപ്പൊ ഇറങ്ങാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണുണ്ട്. അപ്പൊ കുട്ടികൾക്ക് കാരണം ഇറങ്ങാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതുകൊണ്ട് ഈ പ്രാവശ്യം പോയില്ല കേട്ടാ. കഴിഞ്ഞ പ്രാവശ്യം പിന്നെ തലേ ദിവസം വന്നല്ലോ നിൽക്കാനായിട്ട്. അതുകൊണ്ട് പിന്നെ അവിടെയൊക്കെ പോകാൻ പറ്റി. അപ്പൊ ഇപ്രാവശ്യം സ്കൂള് തുറന്ന കാരണം ആരും തലേ ദിവസം വന്നില്ല. 6 മണിത്തെ ട്രെയിനിൽ കയറിയാൽ ഇവിടെ ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ എത്തും. അപ്പൊ ഞങ്ങളത് എത്താനായിട്ട് ഏകദേശം തിരൂര് സ്റ്റാൻഡ് എത്താനായി. അപ്പൊ ഞാനും കുറച്ച് എഴുന്നേറ്റ് നിന്നിട്ട് വീഡിയോ എടുത്തിട്ടാ. നല്ല കാറ്റുണ്ട് ട്ടാ, നല്ല വൈബ് കണ്ട. അപ്പൊ നമ്മൾ തിരൂരെത്തി. അപ്പൊ ഇനി ഇവിടെ നിന്ന് ഒരു ബസ് കയറിയിട്ട് വേണം കല്യാണ ഹാളിലേക്ക് പോകാൻ. അപ്പൊ വീട്ടിലേക്ക് പോണില്ല കേട്ടോ. അപ്പൊ ഇവിടുത്തെ കല്യാണം എന്ന് പറഞ്ഞാല് ചെക്കൻ കാർന്നോന്മാരും കൂടി രാവിലെ പോയി നിക്കാഹ് കഴിച്ചിട്ട് നേരെ ഹാളിലേക്ക് വരും ട്ടാ. എന്നിട്ട് പിന്നെ പെണ്ണിനെ ഒരു 3 മണി അല്ലെങ്കിൽ 4 മണിയാവുമ്പോ ചെക്കനും കൂട്ടരും പോയിട്ട് വിളിച്ചുകൊണ്ടുവരും. അങ്ങനെ കേട്ടോ. അപ്പൊ ചെക്കനിക്ക് വീട്ടുകാർക്ക് ചെക്കന്റെ വീട്ടിലാണ് ഫുഡ്, പെണ്ണിന്റെ വീട്ടുകാർക്ക് പെണ്ണിന്റെ വീട്ടിലാണ് ഫുഡ്. അങ്ങനെയാണ്. കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ കോഴിക്കോടായിരുന്നു ചെക്കന്റെ വീട്. അതുകൊണ്ടാണ് ഉച്ചക്കന്നെ ചെക്കനും കൂട്ടരൊക്കെ വന്നത് കേട്ടാ. അപ്പൊ മലപ്പുറത്തെ കല്യാണം പിന്നെ എല്ലാവർക്കും അറിയാലോ. അപ്പൊ അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞു തന്നേട്ടാ. അപ്പൊ നമ്മളിത് കല്യാണം ഹാരതാണ് കേട്ടാ. അപ്പൊ വന്ന വഴി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണ് വന്നത്. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചെക്കൻ നിക്കാഹ് കഴിഞ്ഞിട്ട് വന്നിട്ടാ. അപ്പൊ അതാണ് കല്യാണ ചെക്കൻ. അപ്പൊ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിക്കണാണ്. അപ്പൊ നമ്മളും കുടിച്ചിട്ടാ. അപ്പൊ മമ്മാലയും എത്തി, നമ്മ എത്തിന്നൊക്കെ ചോദിച്ചിട്ടാ. നിക്കാഹിന് വയ്ക്കണായിരുന്നല്ലോ മാമ. അപ്പൊ ഞങ്ങള് ഒരു 9:30 10 മണിയാകുമ്പത്തേക്ക് എത്തിയെന്ന് പറഞ്ഞിട്ടാ. അപ്പൊ ഇപ്പുറത്ത് നല്ല ചൂടുള്ള ജിലേബി ഇറക്കണിട്ടാ, ഇപ്പുറത്ത് പോപ്കോണും. അപ്പൊ ചൂട് നല്ല ക്രിസ്പി ഉള്ള അത് കണ്ടപ്പോ ഞാനും അതിന്നെടുത്ത് 2 കഴിച്ചിട്ടാ. നല്ല ടേസ്റ്റ് ആണല്ലോ, നല്ല ക്രിസ്പി ചൂടോടെ കഴിക്കാനായിട്ട്. അപ്പൊ തറവാട്ടിലുള്ള ബീരാമാമാന്റെ മോനും പിന്നെ മക്കളൊക്കെ എത്തിയിട്ടുണ്ട് ട്ടോ. എല്ലാവരും അവിടുത്തെ എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പൊ ഞാന് വീഡിയോയില് എടുത്തിട്ട് അവരൊക്കെ കുറച്ച് നല്ല തിരക്കായിട്ട് ഇപ്പൊ. അപ്പൊ കഴിഞ്ഞ കല്യാണ വീഡിയോയില് നല്ല അടിപൊളി ഡാൻസ് ആണ് ട്ടാ മക്കളൊക്കെ കളിച്ചത്. അപ്പൊ കണ്ട നല്ല അത്യാവശ്യം നല്ല തിരക്കായി. അപ്പൊ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് ട്ടാ. നല്ല ഫുഡായിരുന്നു ട്ടാ. മന്തി ഉണ്ടായിരുന്നു, പിന്നെ ചിക്കൻ പെരി പെരി ചിക്കൻ ആണെന്ന് തോന്നുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കുട്ടൻ ബിരിയാണി, അങ്ങനെ കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇതൊക്കെയും മാമയും കൊച്ചിയിലെ മാമയും ഒക്കെ അവിടെയാണ് അപ്പുറത്തെ സൈഡായിരുന്നത്, ഞങ്ങളത് ഈ സൈഡായിരുന്നിട്ടായിരുന്നത്. അപ്പൊ ഞാനും അസൂറെ മന്തിയാണ് ട്ടോ കഴിച്ചത്. മന്തി ചിക്കനും മറ്റേ പെരി പെരി ചിക്കനാന്ന് തോന്നുന്നു അതും. പിന്നെ കുട്ടൻ ബിരിയാണി ഉണ്ടായിരുന്നു. നല്ല ഫുഡായിരുന്നു കേട്ടോ. എല്ലാം അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങളിത് ഫുഡ് കഴിക്കുമ്പോൾ വെറുതെ ഒന്ന് സെൽഫി എടുത്തിട്ടാ. അതെ, നല്ല ചിക്കൻ അങ്ങനെ അധികം കഴിക്കൂല, എന്നാലും വെറുതെ ജസ്റ്റ് ഒന്ന് ഇടിച്ച്. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മുകളിലാണ് ട്ടോ സ്റ്റേജ് ഡെക്കറേഷൻ. അപ്പൊ നല്ല പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു ട്ടോ. നല്ല ലൈവായിട്ടാണ് ട്ടോ പാട്ട് പാടിയത്. അപ്പൊ നല്ല രസമുണ്ടായിരുന്നു പാട്ട് പാടിയവര്. പാട്ട് കേൾക്കാനായിട്ട് തന്നെ നല്ല അടിപൊളി, നല്ല വോയിസ്. അപ്പൊ പിന്നെ എൻ്റെ മമ്മാലിയമ്മേൻ്റെ മോനും പാടൂട്ട നല്ലോണം. അപ്പൊ അത് പാടിയപ്പോ ഞങ്ങള് താഴത്ത് വർത്താനം പറഞ്ഞിരിക്കണായിരുന്നു കേട്ടോ. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പൊ എല്ലാവരുടെ ഫോട്ടോ എടുക്കണേണ് കേട്ടാ.
അപ്പൊ നമ്മളെല്ലാരും കുറച്ചു നേരം കൂടി വർത്താനമൊക്കെ പറഞ്ഞിരുന്നിട്ട് പിന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാന്ന് ഓർത്തിട്ട്. അപ്പൊ ട്രെയിൻ വന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് അവിടെ പോയിരുന്നാ കുഴപ്പമില്ലല്ലോ. ട്രെയിൻ വരുമ്പോ തന്നെ കേറാലോ, ടിക്കറ്റ് എടുത്തിരുന്നാ പിന്നെ കുഴപ്പമില്ല. അപ്പൊ നമ്മൾ തിരൂര് റെയിൽവേ സ്റ്റേഷനിലെത്തി ടിക്കറ്റ് എടുത്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം ട്ടോ. ചായയൊക്കെ കുടിച്ച് കടിയൊക്കെ കഴിച്ചിട്ട് എവിടെയെങ്കിലും പോകുമ്പോ ഇത്തിരി ചായയൊക്കെ ഞാൻ കുടിക്കൂട്ടെ, അല്ലെങ്കിൽ തലവേദന എടുക്കും. ഞങ്ങളിത് ട്രെയിൻ കാത്തിരിക്കണേണ്. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി കൂട്ടുകാരെ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമന്റ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ ലൈക്ക് ചെയ്യാൻ മറന്നു പോകല്ലേ കൂട്ടുകാരെ. നിങ്ങൾ ലൈക്ക് ഉണ്ടെങ്കിൽ എൻ്റെ ചാനലിന്റെ ഇത് കിട്ടുള്ളൂ. അപ്പൊ ഇത്ര ഉള്ളൂ ട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പൊ അടുത്ത നല്ല വീഡിയോ ഞാൻ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.